ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ലൊരു കായ്പോളയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പഴം കേക്ക് എന്നൊക്കെ പറയും. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കായ്പോളയാണ് കേട്ടോ. അപ്പോൾ നമ്മളതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ 3 മീഡിയം സൈസ് ഏത്തപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ കിട്ടിയിട്ടില്ല. ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു പഴത്തിന് 4ആക്കി കീറി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിനായിട്ട് 6 കോഴിമുട്ട കേട്ടോ ഒരു ബൗളിലേക്ക് ഇതുപോലെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് 5 കോഴിമുട്ടയാണെങ്കിലും ഇതിലെടുക്കാം. എനിക്ക് കുറച്ച് ഗസ്റ്റ് വന്നുകൊണ്ട് കുറച്ച് ഞാൻ കൂടുതൽ ഉണ്ടാക്കണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് മുട്ടയൊക്കെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ക്വാണ്ടിറ്റി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫോർക്കോ വിസ്കോ വെച്ചിട്ട് ഇതുപോലെ ഈ മുട്ടയുടെ മഞ്ഞ വെള്ളയൊന്ന് പയ്യൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഉടച്ചെടുത്ത് വയ്ക്കുക. കണ്ടോ, ഒരുപാട് ഫോഴ്സിൽ ചെയ്യണ്ട, പതുക്കെ ചെയ്താൽ മതി. അതിലേക്ക് ഞാൻ ഒരു 1/3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/3 കപ്പ് എന്ന് പറഞ്ഞാൽ 6 ടേബിൾ സ്പൂണാണ് കേട്ടോ. പ്ലസ് ഒരു സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര. നിങ്ങൾക്ക് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. മധുരം നിങ്ങളിഷ്ടത്തിന് ഇടാം കേട്ടോ. അത് നന്നായിട്ട് ഇതുപോലെ ഈ വിസ്ക് വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യണം. മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പാടില്ല, കാരണം അതിൻ്റെ സ്ട്രക്ചർ മാറിപ്പോകും കേട്ടോ. നമ്മുടെ ഒരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി ആവും. ഉപ്പ് നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു പൊടി ഉപ്പ് കേട്ടോ, 1-2 പിഞ്ച്. എന്നിട്ട് അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് സ്ലോയിൽ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. മൊത്തം പഞ്ചസാര മെൽറ്റായിട്ട് വരട്ടെ കേട്ടോ. മിക്സിയിലടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മൊത്തം ഒരു വെള്ളത്തിൻ്റെ ഒരു രീതിയിലായി പോകുമ്പോൾ നമുക്കിത് ഇടുമ്പോൾ അത് വിട്ട് കിടക്കും. ഇങ്ങനെ ആകുമ്പോൾ നല്ല നല്ലൊരു സ്ട്രക്ചറിൽ കിടക്കും. ഞാൻ അതിലേക്ക് 1/2 കപ്പ് പാൽ ചേർക്കുന്നുണ്ട്. ഈ ഒരളവിലേക്ക് കേട്ടോ 1/2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളിതിന് നേർപകുതി എടുക്കണമെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പാലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 3/4 കപ്പ് ഇതിൻ്റെ പകുതി അളവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ പാലൊന്നും ഒഴിക്കാതെ വെറും മുട്ടയും പഞ്ചസാരയും ഇതുപോലെ ഏലക്ക ഇത് മാത്രമായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ നെയ്യ് 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പഴം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിലിട്ടിട്ട് ആ നെയ്യ് കിടന്ന് നന്നായിട്ടൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒന്ന് മുരിച്ചെടുക്കണം. നമ്മൾ പഴമൊക്കെ വാട്ടില്ലേ, അപ്പോൾ ഈ ചെറിയ കഷ്ണമാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും കേട്ടോ. അത് നമ്മൾ 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. പെട്ടെന്ന് അങ്ങോട്ട് മറ്റേ പോലെ ആയി കിട്ടില്ല. നമ്മൾ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ടല്ലേ. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ അങ്ങോട്ട് തട്ടിമുട്ടിയൊക്കെ ഇങ്ങനെ നിങ്ങൾക്കറിയാലോ. നന്നായിട്ട് വാട്ടിയെടുക്കുക. നല്ലൊരു മണം, ഒരിഞ്ഞൊരു മണം വരും കേട്ടോ. ഒരുപാടൊന്നും അങ്ങോട്ട് കുഴഞ്ഞു പോകരുത്. സെപ്പറേറ്റ് തന്നെ ആയിട്ടിരിക്കണേ. കുറച്ച്, അതായത് പറയുമ്പോൾ 1/2 ടീസ്പൂൺ പഞ്ചസാര, ഒരു കാരമൽ ഒരു ഫ്ലേവർ വരാനായിട്ടാണ് കേട്ടോ. അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അറിയാം അതിൻ്റെ ടേസ്റ്റ്. അത് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു പഴം കേക്കിൻ്റെ മാതിരി ഈ പഞ്ചസാര ഒരു 1/2 ടീസ്പൂൺ ഇടുമ്പോൾ നമുക്കത് ആദ്യമേ ഇടരുത്. ഒരു പകുതിയൊക്കെ വാടി കഴിഞ്ഞതിന് ശേഷം വേണം ഇടാനായിട്ട് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയും കൊടുക്കണം. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി അതിലും ചേർത്തിട്ടുണ്ട്. പക്ഷേ ഇത് മുരിക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും. കുറച്ച് ഒരു 2 പിഞ്ചോ അങ്ങനെ അങ്ങാണ്ടും കുറച്ച് ഏലക്കാപ്പൊടി നല്ലൊരു ഫ്ലേവറായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഏലക്കാപ്പൊടിയും ഇതൊക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ല മണമായിരിക്കും. എന്നിട്ട് അതുപോലെ നമ്മൾ അങ്ങനെ ആദ്യം ഒന്ന് കുഴയും. അത് നോക്കണ്ട. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അത് സെപ്പറേറ്റ് ആയി വരും. പല പ്രാവശ്യമായിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. ഒരു വശം മാത്രം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്കിത് കായ്പോള പഴം കേക്ക് ഒക്കെയാണല്ലോ. സാധാരണ കായ്പോള എന്ന് പറഞ്ഞാൽ മുട്ട മാത്രം ചേർക്കുമ്പോൾ കുറച്ച് അത്യാവശ്യം കുറച്ച് ഹാർഡായിട്ട് അങ്ങനെ ആയിട്ട് ഇരിക്കുക.
ഇത് നമ്മൾ പാൽ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് പാലില്ലാതെ ഉണ്ടാക്കും നമ്മളുടെ ഒരു ജ്യൂസി കൺസിസ്റ്റൻസി ആവും. അതാണ് പാൽ ഞാൻ എങ്ങനെയാണ് ഇട്ട് ഉണ്ടാക്കാറ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പാൽ ചേർക്കാതെ മുട്ട അത് മാത്രം ചേർത്താണ് ഉണ്ടാക്കുക. അപ്പോൾ ഇതൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഒരു പുഡിങ്ങിൻ്റെയും ഒരു അങ്ങനെ എല്ലാം കൂടി ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റായിട്ടുള്ള സാധനമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് കണ്ടിട്ട് നിങ്ങൾ പോകാതെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനും നിങ്ങളുടെ എല്ലാവർക്കും ഫാമിലിയുള്ളവർക്കൊക്കെ ഒന്ന് ഷെയറാക്കി കൊടുക്കണം. നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഇട്ടുകൊണ്ടിരുന്നാൽ ഇതിന് ഒരിത് വരും കേട്ടോ. ഏതാ മുരിഞ്ഞൊക്കെ പോവും. അതങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മളതിനെ വാട്ടി എല്ലാവർക്കും ഒരു പഴം വാട്ടാൻ ആ പഴം വാട്ടിയാൽ ചെറിയ കഷ്ണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിന് പ്രത്യേകത ഒന്നുമില്ല കേട്ടോ. നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് പഴമൊക്കെ വാട്ടി കിടക്കില്ല, അതുപോലെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കാരാമൽ ഇത് ചെയ്യുമ്പോൾ കാരാമൽ ആ ടേസ്റ്റ് ഒന്ന് വരാനാണ്. അതൊന്ന് മൊത്തത്തിലാവുമ്പോൾ അങ്ങനെ ഒന്ന് കുഴഞ്ഞു പോകട്ടെ. അപ്പോൾ അതെന്താ അങ്ങനെ ഒന്ന് ഓർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ പഞ്ചസാര കാരാമൽ, അപ്പോൾ അതങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് മുട്ടയുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ ഇതാ നമ്മൾ വേറെ ഒന്നും വെച്ചെടുക്കുന്നത് വിസ്കോ ഫോർക്കോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. അതാ എങ്ങനെ ഇട്ട് ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് കുറച്ച് നെയ്യൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ കുറച്ച് നെയ്യ് കുറച്ച് എടുത്തുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് നന്നായിട്ട് മൊരിഞ്ഞിട്ടും. ഞാനിതാ അടുത്തൊരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് മൊത്തം ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിലാണ് നമ്മൾ അതിനെ ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഈ മുട്ടയുടെ കൂട്ടില്ലേ ഇതാ ഇതുപോലെ ഒന്നിച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒന്നിച്ചൊഴിച്ച് കൊടുക്കുക. ഇതാ പയ്യൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. പഴമൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് നീക്കി കൊടുക്കുക. അത് അപ്പോഴേക്ക് പറ്റുന്നുണ്ടെങ്കിൽ താഴെ സാധാരണ പാനില്ലേ അതൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കരിയില്ല കേട്ടോ. കുറച്ചൊന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കൊന്ന് തുറന്ന് ഒരു മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നത് അതുപോലെ അണ്ടിപ്പരിപ്പൊന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി മൂടി വയ്ക്കുക. കൂടി വന്ന ഒരു 20 മിനിറ്റ് ചെറിയ തീയിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. നമ്മളിങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴത്തേനും അതുപോലെ ആയി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്നും കൂടി തീരെ സിമ്മിലിട്ട് ഒന്നുകൂടി വയ്ക്കുക. അപ്പോൾ ഇത് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് താമസം വരും കേട്ടോ. അപ്പോൾ നമ്മളിതാ നടുക്കുള്ള സംഭവം നോക്കൊന്നും വേണ്ട. അത് ചെറുതായിട്ടൊന്നും അങ്ങനെ നമ്മൾ പാലൊഴിച്ചില്ലെങ്കിൽ ഇത്രയും ഇത് ഇങ്ങനെ വെറ്റായിട്ട് ഇരിക്കില്ല. അപ്പോൾ ഞാനിതാ ഇങ്ങനത്തെ ഒരു പാൻ വെച്ചിട്ട് സാധാരണ പാൻ വെച്ചിട്ട് ഞാനിതിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്യും. ഇങ്ങനെ പിടിച്ചിട്ട് ഒരൊറ്റ മറക്കലാണ് കേട്ടോ. ഇങ്ങനെ എടുത്ത് കൊണ്ട് വയ്ക്കും. നമ്മൾ ക്യാരമൽ ചെയ്തുകൊണ്ടാണ് ഇതുപോലൊരു കളർ വന്നിട്ടുള്ളത്. ഇത് കറുപ്പല്ല കേട്ടോ. ഇത് വീഡിയോയിൽ കാണുന്നതുകൊണ്ടാണ്. ഇത് കറുപ്പല്ല. ഇത് കഴിക്കാൻ പറ്റിയ സംഭവം തന്നെ. അതിങ്ങനെ ഇടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നല്ല ക്യാരമൽ കണ്ടോ. അതൊന്നുമല്ല, നല്ല സോഫ്റ്റാണ് കേട്ടോ. അതാ ഒരു 2 മിനിറ്റ് സിമ്മിലിട്ട് വയ്ക്കുക. 2 മിനിറ്റ് മതി. മൊത്തം ഉള്ളൊക്കെ ഒന്ന് വെന്തതാണ്. എന്നിട്ട് നമ്മളിത് വേറൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കൈപ്പള, നമ്മുടെ പഴം കേക്ക്. എന്നിട്ട് നമ്മളിത് നല്ല രസമായിട്ടത് ക്യാരമൽ ഞാൻ ഇച്ചിരി പഞ്ചസാര ചേർത്തുകൊണ്ട് നല്ല ക്യാരമൽ ടേസ്റ്റാണ്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. പാൽ ചേർത്തുകൊണ്ട് സാധാരണ ഇങ്ങനെയല്ല, കുറച്ച് ഹാർഡായിട്ടായിരിക്കും. നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നല്ല ഹാർഡായിട്ടൊന്ന് മുട്ട മാത്രം ചെയ്ത് നോക്കിട്ടോ. എന്നിട്ട് പിന്നെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പാൽ ചേർത്തിട്ടുണ്ടാക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നമ്മൾ കരിക്കോ പൊരിക്കോ അങ്ങനെയുള്ളതല്ലേ എണ്ണ വെച്ച് അങ്ങനെയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പഴം മേടിച്ച് ബോഡി മേടിക്കണ നേരം കൊണ്ട് നമുക്ക് ആ മുട്ടയും ചേർത്ത് ഉണ്ടാക്കി കണ്ടോ. നല്ലൊരു സോഫ്റ്റാണ് കേട്ടോ. കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കും. ഇതാണ് പാൽ ചേർത്താളൊരു ഗുണം. നല്ല പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. പെട്ടെന്ന് ഉണ്ടാക്കി വെച്ച പാത്രം കാലിയാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഒന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക. കാണുന്നവരെ അസ്സലാമു